എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇടയിലൊക്കെ കാണുന്ന പലർക്കും ഉള്ള ഒരു കുഴപ്പമാണ് എല്ലാ കാര്യങ്ങളെയും നെഗറ്റീവായിട്ട് കാണുക എന്നുള്ളത്, അല്ലേ? ഒരുവിധം ആൾക്കാരൊക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ. അവർ എല്ലാത്തിൻ്റെയും നെഗറ്റീവ് മാത്രമേ കാണുള്ളൂ, അല്ലെങ്കിൽ അതിൻ്റെ ഏത് കാര്യമാണെങ്കിലും അതിൻ്റെ ഒരു മോശം വശം മാത്രം കാണുള്ളൂ. അത് നമ്മളടുത്ത് വ്യക്തമായിട്ട് അവർ പറയുകയും ചെയ്യും. അങ്ങനത്തെ കുറച്ച് ആൾക്കാരുണ്ട്. അത് അവർക്ക് എങ്ങനെയാണ് ഈ നെഗറ്റീവ് വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ കണ്ടതും കേട്ടതും അവർ വളർന്നതൊക്കെ ആയിട്ടുള്ള സാഹചര്യങ്ങളിൽ വെറും നെഗറ്റീവ് മാത്രം, അല്ലെങ്കിൽ അവരോട് തന്നെ ആരെങ്കിലുമൊക്കെ, അല്ലെങ്കിൽ വീട്ടുകാരാവാം, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആവാം, അവരുടെ കൂട്ടുള്ള ആരുടെ അടുത്തുനിന്നാണെങ്കിലും, അല്ലെങ്കിൽ അവർക്ക് ലഭിച്ചിട്ടുള്ളത് എന്താണ്, വെറും നെഗറ്റീവ് മാത്രമായിരിക്കും. അതുകൊണ്ടാണ് അവരത് കേട്ട് കേട്ട് അവർ അങ്ങനെ ആയിപ്പോയതാണ്. അപ്പോൾ അവരുടെ ഉള്ളിൽ നിന്ന് അവരറിയാതെ തന്നെ ഈ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നതാണ് ഈ നെഗറ്റീവ് മൈൻഡ്. പല ആൾക്കാരും അങ്ങനെ തന്നെയാണ്. എന്ത് കാര്യം സംസാരിക്കുകയാണെങ്കിലും അതിലൊരു നെഗറ്റീവ് കണ്ടിട്ടുണ്ടാവും. അവർക്കതിൻ്റെ നല്ല വശങ്ങൾ കാണാൻ ഒരിക്കലും സാധിക്കില്ല. അവർ എത്ര പെട്ടെന്ന് ഏത് കാര്യത്തിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിലും പെട്ടെന്ന് അതിൻ്റെ നെഗറ്റീവ് കണ്ടിട്ട് അത് പറയും. അതിലൊരു പോസിറ്റീവ് കാണാൻ ഒരിക്കലും അവർ ശ്രമിക്കില്ല. ഇത്തരം ആളുകളുടെ ക്യാരക്ടറിൽ പോസിറ്റീവുമായ കാര്യങ്ങളില്ലാതില്ല. എല്ലാ ആൾക്കാർക്കും ഉണ്ട് ഒരു പോസിറ്റീവും നെഗറ്റീവും ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ അവർ എന്തായാലും അവരുടെ ഉള്ളിൽ നിന്ന് വരുന്നത് നെഗറ്റീവ് മാത്രമായിരിക്കും മാത്രം. അവരുടെ നല്ല കാര്യങ്ങളും നല്ല വശങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അതിൽ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും. പക്ഷെ അവരുടെ പോസിറ്റീവ് കണ്ട് ആരും അതിനെ പറഞ്ഞിട്ടുണ്ടാവില്ല. അവർ കുട്ടിക്കാലത്തായാലും അല്ലെങ്കിൽ അവർ കേട്ട് വളർന്നിട്ടുള്ളതായാലും ഒക്കെ അത്തരം അവരുടെ കുഴപ്പങ്ങളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാവും. അപ്പോൾ എല്ലാം നെഗറ്റീവായിട്ടല്ലേ കേൾക്കുന്നത്. അപ്പോൾ അവരിലും ആ ഒരു ക്യാരക്ടർ അങ്ങനെ വളർന്നു വന്നതാവാം. ഒന്നിൻ്റെയും നല്ലൊരു വശം കാണാൻ അവർ ഒരിക്കലും ശ്രമിക്കില്ല. അവർക്കതിന് കഴിയില്ല. കാരണം അവരുടെ മൈൻഡ് സെറ്റ് ചെയ്ത് വെച്ചത് എന്താണ്, എല്ലാത്തിൻ്റെയും നെഗറ്റീവ്. പിന്നെ അവരുടെ സ്വഭാവത്തിൽ തന്നെയുള്ള ഒരു കാര്യമാണ് എന്താണ്, എന്ത് കാര്യം കണ്ടാലും അല്ല, ഇല്ല, പറ്റില്ല, ഇങ്ങനെ ആ ഇല്ല എന്ന് പറഞ്ഞു വരുന്ന കാര്യങ്ങൾ മാത്രമേ അവർ പറയുള്ളൂ. എന്ത് കാര്യം ആണെങ്കിലും അതിൻ്റെയൊക്കെ നമുക്ക് പെട്ടെന്ന് നമ്മൾ നീ പോയിരുന്നോ, ഇല്ല ഞാനില്ല, അല്ലെങ്കിൽ നമുക്ക് അതുവരെ ഒന്ന് പോയിട്ട് വരാം, ഞാനില്ല. ഇത്തരം ഇല്ല ഇല്ല എന്നുള്ള കാര്യങ്ങൾ മാത്രമാണ് അവരുടെ അടുത്തുനിന്ന് വരുള്ളൂ. ചെറിയൊരു സംഭവത്തിൽ കൂടെ ഞാൻ നിങ്ങൾക്ക് ഈ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഒരാളൊരു വീടൊക്കെ വെച്ചു. അടിപൊളി വീടായിരുന്നു കേട്ടോ. വീടിൻ്റെ ഇൻറ്റീരിയർ മുതലുള്ള എല്ലാ ജോലികളും ചെയ്തു. പിന്നെ ഹൗസ് വാമിങ്ങിൻ്റെ സമയമായി കഴിഞ്ഞു. എല്ലാവരെയും ക്ഷണിച്ചു. ആ കൂട്ടത്തിൽ ഇത്തരം ഒരു നെഗറ്റീവ് മൈൻഡുള്ള ഒരാളുണ്ട്, അയാളെയും ക്ഷണിച്ചു. അപ്പോൾ വീടൊക്കെ അവർ വന്നിട്ട് വീടൊക്കെ ചുറ്റി നടന്നൊക്കെ കണ്ടു കഴിഞ്ഞു. പിന്നെ എങ്ങനെ ചെയ്യിച്ചു, ആരാണ് ചെയ്തത്, പിന്നെ എത്ര രൂപയായി, അങ്ങനെ ഇതിൻ്റെ വീടിനെ കുറിച്ചിട്ടുള്ള എല്ലാ സംഭവങ്ങളും ചോദിച്ചപ്പോൾ ഏതാണ് പെയിൻറ്റ് വാങ്ങിച്ചത്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് ലാസ്റ്റ് അവർ വീടൊക്കെ ചുറ്റി നടന്ന് കണ്ടുവന്നതിന് ശേഷം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ, ഇഷ്ടമായോ, എങ്ങനെയുണ്ട് വീട് എന്ന് ചോദിച്ചപ്പോൾ, വീടൊക്കെ കൊള്ളാം, പക്ഷേ ഇത് പൊളിക്കുന്ന ആൾക്ക് കുറച്ച് പണിയാവും. എങ്ങനെയുണ്ട്, വീടൊക്കെ കൊള്ളാം, പക്ഷേ അത് പൊളിക്കുന്ന ആൾക്കൊരു പണിയാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോഴും കണ്ടു അതിൻ്റെ ഒരു നെഗറ്റീവ്. അപ്പോൾ ഇത്രയും നല്ല സ്ട്രോങ് ആയിട്ടും നല്ല കൺസ്ട്രക്ഷനിൽ തന്നെയാണ് എല്ലാം ചെയ്തു വെച്ചിട്ടുള്ളത്. അത് കണ്ടപ്പോൾ എല്ലാം ഓക്കെ ആണെന്നൊക്കെ തോന്നി. പക്ഷേ അപ്പോഴും അയാൾ അതിൽ കണ്ടത് എന്താണ്, ഒരു നെഗറ്റീവാണ്. ഒരു പുതിയ വീട് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ പാലുകാച്ചൽ കഴിഞ്ഞിട്ടില്ല, അതിനാണ് എല്ലാവരും ക്ഷണിച്ചിട്ടുള്ളത്. അതിന് മുന്നേ വന്ന് വീട് കണ്ടപ്പോൾ അഭിപ്രായം പറഞ്ഞതാണിത്. അപ്പം നെഗറ്റീവ് ചിന്തയുള്ള ആൾക്കാർ അവിടെയും ഒരു നെഗറ്റീവ് മാത്രമാണ് കണ്ടത്. ഒന്നും കുറ്റം പറയാൻ കാണാനില്ല. നല്ല അടിപൊളി വീടാണ്, നല്ല കൺസ്ട്രക്ഷൻ, എല്ലാം നല്ല സൂപ്പറായിട്ട് ചെയ്ത്, നല്ല ക്യാഷ് മുടക്കി നന്നായി സൂപ്പറായി ചെയ്തൊരു വീടാണ്. പുതിയൊരു വീട് കെട്ടിപ്പൊക്കി അതിൽ താമസിക്കാനും കൂടി തുടങ്ങിയിട്ടില്ല. പക്ഷെ അതിൻ്റെ മുന്നേ അയാൾ കണ്ട കാഴ്ചയാണത്. അപ്പോൾ ഒന്നും നെഗറ്റീവ് കാണാൻ അവിടെ ഇല്ല. അപ്പോഴേക്കും അയാളെ മനസ്സിലുദിച്ച ഒരു കാര്യമാണത്. അങ്ങനെയാണ് നെഗറ്റീവ് മൈൻഡുള്ള ആൾക്കാർ. അവിടെയും കാണും ഒരു നെഗറ്റീവ്. ഏത് നല്ല കാര്യമായിക്കോട്ടെ, ഏത് നല്ല സംഭവങ്ങളായിക്കോട്ടെ, അവരതിലൊരു നെഗറ്റീവാണ് കാണുള്ളൂ. ഇനിയിപ്പോൾ ഉദാഹരണം വേറൊന്ന് പറയുകയാണെങ്കിൽ, നമ്മൾ നന്നായി ഡ്രസ്സൊക്കെ ചെയ്ത് നല്ല അടിപൊളിയായിട്ട് തന്നെ ആയിരിക്കും, നമ്മൾ നല്ല കോൺഫിഡൻസിലൊക്കെ നമ്മൾ പോവുകയാവും. അപ്പോഴും നമ്മളെ കണ്ടു കഴിഞ്ഞാൽ സാരിയൊക്കെ കൊള്ളാട്ടോ, പക്ഷെ ഇത്രയും കൂടി ഡാർക്കായിരുന്നെങ്കിൽ സൂപ്പറായിരുന്നു. എങ്ങനെയുണ്ട്? ഈ നെഗറ്റീവ് മൈൻഡുള്ള ആൾക്കാർ അപ്പോഴും കാണും. എത്ര നന്നായിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഉള്ളിലൊരു നെഗറ്റീവ് കാണും. അങ്ങനെയാണ് അവരുടെ മൈൻഡ് സെറ്റ് ചെയ്ത് വെച്ചത് എന്ന് വേണമെങ്കിൽ പറയാം. അവരങ്ങനെ ആയിപ്പോയി. എത്ര നമ്മൾ തിരുത്താൻ അവരെ ശ്രമിച്ചു കഴിഞ്ഞാലും
അത് അവർ ഉള്ളിൽ നിന്നത് മാറിപ്പോവില്ല. അവർക്ക് പെട്ടെന്ന് നല്ലതെന്ന് പറയാൻ വരില്ല. അതിന് മുന്നേ അവർക്ക് ഈ മോശമായിട്ടുള്ള കാര്യങ്ങളെ അവർ വായെന്ന് വരുള്ളൂ. എല്ലാം നന്നായിട്ടുണ്ട്. ഇപ്പോൾ സാരിയുടെ കാര്യം പറഞ്ഞപ്പോൾ അടിപൊളിയായിട്ടുണ്ട്, നന്നായിട്ടുണ്ട്, എല്ലാം പറഞ്ഞു. പക്ഷേ കുറച്ചും കൂടി ഡാർക്കായിരുന്നെങ്കിൽ സൂപ്പറായിരുന്നു. എന്ത് പറയാനല്ലേ, ഇങ്ങനെയാണ് അവർ. പക്ഷെ ഇത്തരം ക്യാരക്ടറുകളൊക്കെ ഉള്ള ആൾക്കാർ എന്ത് കാര്യത്തിനാണെങ്കിലും അത് നെഗറ്റീവ് മാത്രമായിട്ടാണ് അവർക്കത് കാണാൻ കഴിയുള്ളൂ. അത് അവരുടെ ഒരു പ്രത്യേകതയായിരിക്കാം. പിന്നെ അത് നമ്മൾ എങ്ങനെ ഡീൽ ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർ കയറി പറയുന്നതിന് മുന്നേ നമ്മൾ അങ്ങോട്ട് അറ്റാക്ക് ചെയ്തിട്ട് നമ്മൾ കയറി സംസാരിക്കുക. അവർക്ക് ആ നെഗറ്റീവ് പറയാൻ ഒരു ടൈം കൊടുക്കാതെ നമ്മൾ എല്ലാത്തിൻ്റെയും ഒരു പോസിറ്റീവ് നമ്മൾ അങ്ങോട്ട് തിരിച്ച് പറയാൻ ശ്രമിക്കുമ്പോൾ പിന്നെ അവർക്ക് പറയാൻ കഴിയില്ലല്ലോ. ഇപ്പം നമ്മളൊരു കുട്ടിയെ കണ്ടു, നന്നായി പാടുട്ടോ എന്ന് നമ്മൾ പറയുന്നു. അപ്പം മറ്റയാൾ അതിന് മുന്നേ പറയാൻ വിചാരിച്ചത് എന്താണ്, നന്നായി പാടിയിട്ടോ. പക്ഷെ വേറൊരു സോങ് ആയിരുന്നെങ്കിൽ ഇതിലേറെ സൂപ്പറായിരുന്നു അല്ലേ. ഇങ്ങനെയാണ് അവരുടെ തോട്ടുണ്ടാവുക. പക്ഷെ അത്തരം അവർ പറയുന്നതിന് മുന്നേ നമ്മൾ കയറി അങ്ങോട്ട് പറയുക. നമ്മളിപ്പോൾ രണ്ടുപേര് ഒരു സ്ഥലത്തേക്കൊക്കെ പോവുകയാണെങ്കിൽ ഒരാൾ ഇത്തരം ആൾക്കാരും മറ്റേ മൈൻഡുള്ള ആളും ആണെങ്കിൽ മാത്രമേ കേട്ടോ അതൊക്കെ പറ്റുള്ളൂ. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് അങ്ങനെ സിറ്റുവേഷനൊക്കെ വരികയാണെങ്കിൽ അവർ സംസാരിക്കുന്നത് നമുക്കറിയാമല്ലോ, അവർ നെഗറ്റീവായിട്ട് എന്ത് കാര്യമാണെങ്കിലും സംസാരിക്കുള്ളൂ എന്നുള്ളത്. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ഹെഡ് ചെയ്ത് പറയാൻ കഴിയുകയാണെങ്കിൽ ഒരു പരിധിവരെയൊക്കെ അവർ വായുന്നത് വരാതെ ശ്രദ്ധിക്കാൻ പറ്റും. പക്ഷെ ഇത്തരം ആൾക്കാർക്ക് അത് കാണുമ്പോൾ പറയാതിരിക്കാൻ കഴിയില്ല. അവർ തീർച്ചയായിട്ടും അത് പറഞ്ഞിരിക്കും. അവർക്ക് അങ്ങനെ ഒരു കുഴപ്പം. അവർക്കത് കാണുമ്പോഴേക്കും അതിൻ്റെ ഒരു നെഗറ്റീവ് പറയാൻ അവരുടെ മൈൻഡ് റെഡിയാവും. അതാണ് അതിൻ്റെ സത്യം. പിന്നെ നമുക്ക് ഇത് എങ്ങനെയൊക്കെ കുറയ്ക്കാമെന്ന് ചോദിച്ചാൽ ഇത്തരത്തിലൊക്കെ അവർ ഇതിങ്ങനെയാണ് പറയുക എന്നുള്ളതിന് മുന്നേ നമുക്ക് അതിൻ്റെ പോസിറ്റീവ് വശം നമുക്ക് പറയാം. ഇത് കാര്യമാണെങ്കിലും എന്താണ്, നമ്മൾ ഫസ്റ്റ് സംസാരിച്ച് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് വരുന്നതിന് വലിയൊരു വാല്യൂസ് ഇല്ലല്ലോ. അപ്പോൾ പിന്നെ അവർ അതൊന്ന് പിന്നെ അപ്പോൾ പറഞ്ഞു കഴിഞ്ഞു ഇനിയിപ്പോൾ പറയാൻ പറ്റില്ലല്ലോ എന്നുള്ളൊരു തോന്നൽ അവരുടെ ഉള്ളിലുണ്ടാവും. അങ്ങനെ അവർ പറയാതിരിക്കും. അത്രയൊക്കെ തന്നെ അത് ചെയ്യാൻ പറ്റുള്ളൂ. നെഗറ്റീവ് തോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്വയം മാറ്റിയെടുക്കാൻ ശ്രമിക്കുക എന്നല്ലാതെ നമ്മൾ അവരെ ഇത്തരത്തിലൊക്കെ ഹാൻഡിൽ ചെയ്തിട്ടൊക്കെ മുന്നോട്ട് പോകുക എന്നല്ലാതെ അവരെ ഉള്ളിൽ നിന്നത് ഒരിക്കലും പോവില്ല. അവരത് സെറ്റ് ചെയ്ത് കഴിഞ്ഞു, അവരൊക്കെ അതേ വരുള്ളൂ. അതങ്ങനെയാണ്. പോസിറ്റീവ് മെൻറ്റാലിറ്റി കൂടെ പോണ ആൾക്കാരും കൂടിയും ഇത്തരം ആൾക്കാർ അവരുടെ ഈ നെഗറ്റീവ് അടിച്ചേൽപ്പിച്ച് ആ ഒരു മൈൻഡിലേക്ക് ആക്കും. ചാഞ്ചാട്ടുള്ള മൈൻഡുള്ള ആൾക്കാരുണ്ട്. എന്താണ്, ശരിയാവോ ഇല്ലയോ, അതങ്ങനെയാണോ ഇങ്ങനെയാണോ, അങ്ങനെ ചിന്തിക്കുന്ന ഒരു മൈൻഡുണ്ട്. ആ ആൾക്കാരെയാണ് ഇവർക്ക് പെട്ടെന്ന് അറ്റാക്ക് ചെയ്യാൻ കഴിയുക. കാരണം അവരോട് നീ അത് പോകണ്ട കേട്ടോ, അത് നീ പോയി കഴിഞ്ഞാൽ അതങ്ങനെയാവും. അവരിപ്പോൾ ഇൻ്റർവ്യൂവിനൊക്കെ പോയി റെഡി ആയിട്ട് നിൽക്കുന്ന ആൾക്കാരായിരിക്കും. ഇന്നലെ മറ്റേ ആ ഇൻ്റർവ്യൂവിന് പോയി, എവിടെ അവന് കിട്ടണം? എത്ര ആൾക്കാരായിരുന്നു ഇൻ്റർവ്യൂവിന്? അവനേക്കാളും ഇപ്പം പിന്നെ കഴിവുള്ള ആൾക്കാരുണ്ടായിരുന്നു, അവർക്ക് ആ ജോലി കിട്ടി. അവനെന്ത് പറ്റി? നീ ഇപ്പം ഇതിന് പോയി ചിലപ്പോൾ നിനക്ക് കിട്ടില്ല കേട്ടോ, വെറുതെ നീ അവിടെ അറ്റം പോകുന്നതും നിൻ്റെ സമയം പാഴാക്കുന്നതൊക്കെ ആയിരിക്കും. അങ്ങനെയൊക്കെ അവർ പറയും. അങ്ങനെയാണ് പലരെയും തളർത്തുന്നത്. അത്തരം കൂട്ടുകെട്ടുകൾ ഉപേക്ഷിക്കുക എന്നുള്ളത് പിന്നെ ഒരു കാര്യം. പിന്നെ നമ്മുടെ മൈൻഡിൽ സെറ്റാക്കി വെക്കുക, ഇവരിങ്ങനെയാണ്, ഇവരത്രേ പറയുള്ളൂ. അപ്പം ഇങ്ങനെ ഈ ഒരു ചാഞ്ചാട്ടുള്ള മൈൻഡുള്ള ആൾക്കാരെ പെട്ടെന്ന് ഇവർക്ക് സ്വാധീനിക്കാൻ കഴിയും. കാരണം ഇവർ ആണോ അല്ലേ എന്നുള്ളൊരു മെൻറ്റാലിറ്റി കൂടെ നിൽക്കുമ്പോൾ അല്ല അങ്ങനെ പറഞ്ഞ് തിരുത്താൻ പെട്ടെന്നാണല്ലോ. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരെയാണ് ഇവർ കൂടുതലായിട്ട് ആ ഒരു മൈൻഡിലേക്ക് കൊണ്ടുവരുന്നത്. അവരത് പെട്ടെന്ന് ഉൾക്കൊള്ളും ചെയ്യും. പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരുടെ അടുത്തും പോസിറ്റീവായിട്ട് പറയുന്ന ആൾക്കാരുടെ അടുത്തും അത്ര തന്നെ അവർക്ക് അത് വർക്കൗട്ട് ആവില്ല. കാരണം അവരപ്പേക്ക് തിരുത്താനും അല്ലെങ്കിൽ അവരെ ഒരു ഉറച്ച മെൻറ്റാലിറ്റി കൂടെ നിൽക്കില്ല. അപ്പോൾ അവരോട് പറഞ്ഞിട്ടും കാര്യമില്ല എന്നുള്ളത് എന്തായാലും നെഗറ്റീവ് പറയുന്ന ആൾക്ക് മനസ്സിലാവും. കാരണം അവർ പോസിറ്റീവായിട്ട് ചിന്തിക്കും, ഉറച്ച മനസ്സോട് കൂടി നിൽക്കുന്ന ആൾക്കാരായിരിക്കും. അത്തരം ആൾക്കാരൊന്നും പെട്ടെന്ന് ഇത്തരം പറച്ചിൽ കൊണ്ടൊന്നും തളർത്താനോ അല്ലെങ്കിൽ മാറ്റി ചിന്തിപ്പിക്കാനൊന്നും കഴിയില്ല. അത്തരം വേണോ വേണ്ടെന്ന് ചിന്തിക്കുന്ന ഒരു മൈൻഡുള്ള ആൾക്കാർ അപ്പോഴേക്ക് ഇത്തരം കാര്യങ്ങൾ കേൾക്കുമ്പോൾ എന്താണ്, അവർ പോയി അത് സക്സസ് ആക്കി എടുക്കേണ്ട കാര്യങ്ങളായിരുന്നു. പക്ഷേ ഇത്തരം പറച്ചിൽ കേൾക്കുമ്പോൾ എന്താണ്, അവരതിന് പിന്നോട്ട് പോരുകയാണ് ചെയ്യുക. അവരും കൂടി ലൈഫ് മോശമാക്കി മാറ്റിയാണ് ഇത്തരം ആൾക്കാർ ചെയ്യുക. അപ്പം ഏത് കാര്യത്തിനും പോസിറ്റീവായിട്ട് എടുക്കാനും പോസിറ്റീവായിട്ട് ചിന്തിക്കാനും പോസിറ്റീവ് മൈൻഡോട് കൂടി മുന്നോട്ട് പോകാനും എല്ലാവരും ശ്രമിക്കണം. ആരുടെയും തളർത്തലുകളോ അല്ലെങ്കിൽ അത്തരം മെൻറ്റാലിറ്റിയുള്ള ആൾക്കാരുടെ കൂട്ടുകെട്ടൊക്കെ ഒഴിവാക്കി, അല്ലെങ്കിൽ അവർ പറയുന്നത് അവരുടെ ഒരു ക്യാരക്ടറാണ് അല്ലെങ്കിൽ അവരുടെ ഒരു ശീലമാണ്, അവരത് പറഞ്ഞുകൊണ്ടിരിക്കും എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയെടുക്കുക. ശങ്കയുള്ള ഒരു ക്യാരക്ടർ അത് മാറ്റി വയ്ക്കുക. ശരി, നമ്മളൊരു വഴിക്ക് അല്ലെങ്കിൽ നമ്മളൊരു കാര്യത്തിന് പോകാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ആ കാര്യം പോയി സാധിച്ചിട്ട് വരിക തന്നെ വേണം. സാധിക്കുകയോ ഇല്ലേ എന്നുള്ളത് അവിടെ ചെന്ന് നോക്കി നമ്മൾ ആ കാര്യത്തിൽ ഉൾപ്പെടുമ്പോഴല്ലേ നമുക്കത് നടക്കില്ലേ എന്ന് അറിയുള്ളൂ. അപ്പോൾ മറ്റൊരാളുടെ വാക്ക് കേട്ടിട്ട് നമ്മളതിന്ന് മാറി നിൽക്കാതെ
നമ്മൾ ഏത് കാര്യമാണോ ചെയ്യാൻ ഉദ്ദേശിച്ചത് അത് കറക്റ്റായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ വരുന്നത് പിന്നീട് നടന്നാലും നടന്നില്ലെങ്കിലും അത് നമ്മുടെ വിധിയാണെന്ന് മനസ്സിലാക്കുക. അല്ലെങ്കിൽ നമുക്കത് ലഭിക്കാനുള്ള സമയമായിട്ടില്ല എന്ന് വിചാരിക്കുക. നമ്മൾ വീണ്ടും അടുത്തതിന് വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കണം, ഏത് കാര്യത്തിനാണെങ്കിലും. അപ്പോൾ അത്തരം വാക്കുകളൊന്നും കേട്ടിട്ട് അതിൽ നിന്നൊന്നും പിന്മാറിയിട്ട് നമ്മുടെ സക്സസ് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണെങ്കിൽ അതിൽ നിന്നൊന്നും ഒഴിഞ്ഞു പോവാതെ നോക്കുക. നമുക്കെപ്പോഴും ഒരു കോൺഫിഡൻസ് വേണം, എന്നെക്കൊണ്ടത് പറ്റും, ഞാനത് ചെയ്യും എന്നുള്ളൊരു കോൺഫിഡൻസ് എപ്പോഴും ഉള്ളിലുണ്ടാവണം. മറ്റുള്ളവർ അല്ലെങ്കിൽ നെഗറ്റീവ് ചിന്തിക്കുന്നവർ അത് അവരുടെ മെൻറ്റാലിറ്റി, അവർക്കത് ചിലപ്പോൾ ഒരു മാനസിക സന്തോഷം ഉണ്ടാവും. ഇയാളതൊന്ന് പിന്തിരിപ്പിച്ചാൽ കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടാവും. ഇയാളുടെ സക്സസ് കാണുമ്പോൾ അവർക്ക് വേദനിക്കുന്ന ആൾക്കാരും ഉണ്ടാവും. അത്തരം ആൾക്കാരും ഇങ്ങനെ നെഗറ്റീവ് അടുപ്പിക്കും കേട്ടോ. മറ്റൊരാളുടെ പിന്നെ ഉന്നതിയോ വിജയമോ കാണുമ്പോൾ താല്പര്യമില്ലാത്ത ആൾക്കാരും മറ്റൊരാളെ തളർത്താൻ തന്നെ നോക്കുള്ളൂ. അപ്പോൾ അവർ തീർച്ചയായിട്ടും അപ്പോൾ ഇത്തരം നെഗറ്റീവ് കാര്യങ്ങൾ തന്നെയാണ് പറയുക. നീ വെറുതെ പോവുകയാണ്, അല്ലെങ്കിൽ നിനക്ക് ആ ജോലി ലഭിക്കാൻ സാധ്യത കാണാനില്ല, അല്ലെങ്കിൽ നാളെ അങ്ങനെയാണ് സംഭവിച്ചത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അവർ നെഗറ്റീവായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അത്തരം കാര്യങ്ങളിലൊന്നും വീഴാതെ നമ്മുടെ ഉയർച്ചയാണോ നമ്മുടെ ഉന്നതിയാണോ മറ്റൊരാൾ ലക്ഷ്യം വെക്കണമെന്നൊക്കെ നമുക്ക് ആൾക്കാരുടെ സംസാരത്തിൽ നിന്നും അവരുടെ സ്വഭാവത്തിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഒരാൾ പറയുന്നതിനും ചെവി കൊടുക്കാതെ നമ്മുടെ ലക്ഷ്യം എന്താണോ അവിടെ നമ്മൾ എത്തണം എന്നുള്ള ഒരു ഉറച്ച തീരുമാനം നമ്മളാണ് എടുക്കേണ്ടത്. അത് ഒരിക്കലും മറ്റൊരാളുടെ വാക്കോ അല്ലെങ്കിൽ അവരുടെ ഒരു സംസാരമോ അല്ലെങ്കിൽ അവരുടെ ഒരു പിന്തിരിപ്പിക്കലോ ഒന്നും കേട്ടിട്ട് നമ്മൾ പിന്മാറാൻ പാടില്ല. നമ്മൾ ഏത് ലക്ഷ്യത്തിലാണ് എത്താൻ വിചാരിച്ചത് വെച്ചാൽ ആ ലക്ഷ്യത്തിലേക്ക് എത്തുക തന്നെ ചെയ്യണം. അത് നമ്മുടെ ഉറച്ച തീരുമാനമാണ്. ഞാനത് നേടിയിരിക്കും, ഞാനവിടെ എത്തിയിരിക്കും, അല്ലെങ്കിൽ ഞാനത് കൈവരിച്ചിരിക്കും എന്നൊക്കെ നമ്മുടെ തീരുമാനങ്ങളാണ്. അപ്പോൾ അത്തരം ഒരു തീരുമാനത്തിലൂടെ എല്ലാവരും മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക. അത്തരം നെഗറ്റീവുകളൊക്കെ പാടെ അവോയ്ഡ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് മറ്റൊരു ടോപ്പിക്കുമായിട്ട് മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.